പ്രൈസ് ദി ലോർഡ്. മുമ്പ് നമ്മൾ കേട്ടത് കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കേട്ടത്. ഇതിപ്പോൾ 6-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുക. 6-ാമത്തെ എപ്പിസോഡ്. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി അടുത്ത് അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ വരിക. തത്വജ്ഞാനം വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിക്കും. ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂസ് വന്ന വടക്കേ ഇന്ത്യയിൽ എവിടെ ആ സ്ഥലം, സ്റ്റേറ്റ് ഏതാണെന്ന് ഓർക്കുന്നില്ല, ഒരു സ്വർണ്ണക്കടയിൽ ഒരു ജ്വല്ലറി ഉള്ളിൽ ഒരു 4 അംഗ സംഘം തോക്കുകളുമായി മാസ്ക് എല്ലാം വെച്ച് തോക്ക് ചൂണ്ടി 7 കോടിക്ക് മേലെ സ്വർണം കവർന്നുകൊണ്ടുപോയി. സ്വർണങ്ങളും രത്നവും ഒക്കെ കവർന്നു. അല്ല, പത്രത്തിൽ അതിൽ എഴുതിയിരുന്നിരിക്കുകയാണ് കവർച്ച നടത്തി. കവർച്ച. അതങ്ങനെ അവിടെ നിൽക്കട്ടെ. അത് അവരെ പിടിക്കുകയോ പിടിക്കാതിരിക്കുകയോ എന്നുള്ളത് നമ്മുടെ അത് കവർച്ച നടത്തി എന്നുള്ളത് നമ്മൾ കണ്ടു. അത് പിടിച്ചതിനായിട്ടൊന്നും കണ്ടില്ല. പിടിച്ചെന്നുണ്ടെങ്കിൽ വെണ്ടക്കേഷത്തിൽ പബ്ലിഷ് ചെയ്തേനെ. ആര് പിടിക്കാൻ? ലോകത്ത് കിടക്കുന്നവരെല്ലാം നല്ലൊരു ശതമാനം ക്രിമിനൽസ് അല്ലേ. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ കിടക്കുന്നവർ ആര് പിടിക്കാൻ? പിടിച്ചാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഷെയർ ചെയ്ത് സംഭവം പോകത്തില്ലേ? എത്രയോ സംഭവങ്ങൾ അങ്ങനെ പോയിരിക്കുന്നു. കൈക്കൂലിയിൽ കേസുകൾ തെളിയിക്കാൻ കഴിയാതെ പോകുന്നില്ലേ? ഹല്ലേലൂയ. ഇവിടെ ഞാൻ ഈ വാക്യത്തെ ഞാൻ ഒന്നെടുത്ത് ആത്മീയത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. തത്വജ്ഞാനം വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുത്. പുതിയ നിയമസഭയെ, ദൈവമക്കളെ തത്വജ്ഞാനം പറഞ്ഞ് വചനം പറയേണ്ടതിന് പകരം നല്ല അക്ഷരസ്ഫുടതയുള്ള വാക്കുകൾ പറഞ്ഞ് ലെനിൻ അങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് തത്വജ്ഞാനം പറയുമ്പോൾ ചിന്തിച്ചോണം അവരുടെ ഹൃദയത്തെ കവർന്നു കളയുക, ക്രിസ്തുവിൽ നിന്ന് അവരെ അകറ്റിക്കളയുക ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കർക്കശമായിട്ട് ഞാൻ പറയാറുണ്ട്. വചനം പ്രസംഗിക്കേണ്ടതിന് പകരം ലോകത്തുള്ള ബുദ്ധിജീവികൾ എഴുതിയ പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ട് ആ പുസ്തകങ്ങളിൽ നിന്ന് കൊട്ടേഷൻ എടുത്ത് പ്രസംഗത്തിൽ ഉദ്ധരിച്ച് പ്രസംഗത്തിന് കൊഴുപ്പ് കൂട്ടുന്ന പ്രാസംഗികന്മാർ കേരളക്കരയിൽ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചില ഉദാഹരണങ്ങൾ പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ ചിലർക്ക് ഇത് മാത്രമേ ഉള്ളൂ. ശുശ്രൂഷ തുടങ്ങി അവസാനം വരെ തത്വജ്ഞാനോ വചനം പറയത്തില്ല. ഇതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു അപകടം മണത്തുകൊണ്ട് പറയുക. യോശുവിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വം രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാണ്. വചനത്തിന് ശക്തിയുണ്ട് സഹോദരങ്ങളെ. വചനത്തിൽ ശക്തിയുണ്ട്. ആ വചനത്തിന്റെ ശക്തി ജനത്തിന് കിട്ടണമെങ്കിൽ എന്ത് വേണം? അത് ആത്മനിറവിൽ വചനം സംസാരിക്കണം. ആ വചനം തന്നെ സംസാരിക്കണം. ആ വചനം തന്നെ വചനം പ്രസംഗിക്കുക. ആ സമയത്ത് ഒരുങ്ങിയിരിക്കുക. പ്രവൃത്തി 20:32 നിങ്ങൾക്ക് ആത്മവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോട് കൂടി അവകാശം തരാൻ കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. പുതിയ നിയമസഭയെ ദൈവവചനത്തിലാണ് ഫലമേൽപ്പിച്ചത്. കർത്താവിലാണ് ഫലമേൽപ്പിച്ചത്. കർത്താവിൻ്റെ വചനത്തിലാണ് ഫലമേൽപ്പിച്ചത്. ആ വചനത്തിൽ നിൽക്കാനാണ് അപ്പോസ്തലൻ പറയുന്നത്. വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്നോണം. സംഘടനയുടെ വ്യവസ്ഥയിലല്ല നിൽക്കേണ്ടത്. സംഘടനയുടെ ബൈലോയിലല്ല നിൽക്കേണ്ടത്. സംഘടനക്കാർ പറയുന്ന പോലെയല്ല നിൽക്കേണ്ടത്. എല്ലാവരും സംഘടനയുടെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ഗുണവുമില്ല. ഒരു മഹത്വം പറയാനൊരു സംഘടനയും ഇന്ന് ഭൂമിയിലില്ല. പാസ്റ്റർ ബാബു ജോൺ വെട്ടമലയുടെ പ്രസംഗം ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. നല്ലൊരു ദൈവദാസനാ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു ലീഡറും നമ്മുടെ ആത്മീയ കോളത്തിലില്ല. അനുകരണീയമായ ജീവിത രീതിയുള്ള ഒരു സ്പിരിച്വൽ ലീഡറും നമുക്കില്ല. പെന്തോക്കോസ്ത് സമൂഹത്തിലില്ല. എന്താ, എല്ലാം ചത്തുപോയോ? ചത്തൊന്നും പോയില്ല, എല്ലാം ഉണ്ട്. ഇത് കൃപ നഷ്ടപ്പെടുത്തി. ഭൗതികം വന്നു, അറിവ് വന്നു, സുഖസൗകര്യങ്ങൾ വന്നു. ഞാനതിന് മനസ്സിലാക്കുന്നത്, ഏലിയാവ് ശക്തിയോടെ രാജാവിനോട് കൽപ്പന പറഞ്ഞു. എന്താണ്? ഞാൻ പറഞ്ഞിട്ടില്ലാതെ മഞ്ഞും മഴയും പെയ്യരുത്.
അത് കഴിഞ്ഞ് പുള്ളി ദൈവം പറഞ്ഞു പോയി ഒളിച്ചിരുന്നോളാൻ പറഞ്ഞു. ഒളിച്ചിരുന്നോളാൻ പറഞ്ഞു. ഒളിച്ചിരുന്നപ്പോൾ എന്ത് പറ്റി? കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചു. അത് കഴിഞ്ഞ് വിധവ, ഞാൻ പല പ്രാവശ്യം ഇത് പറഞ്ഞുകൊണ്ട് ഷോർട്ടായിട്ട് പറഞ്ഞു പോവുക. ഒരു വിധവ ചാകാനിരിക്കുന്ന വിധവ ഇച്ചിരി മാവും ഇച്ചിരി എണ്ണയുണ്ട് അടയുണ്ടാക്കി ചാകാനിരിക്കുന്ന വിധവയുടെങ്കിലേക്ക് ദൈവം അവനെ പറഞ്ഞു, ഞാൻ വിധിയോട് കൽപ്പിച്ചിരിക്കുന്നു, ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് നിറവേറ്റി തരും. എനിക്കതിനെക്കുറിച്ച് യാതൊരു ഇച്ഛാഭംഗവുമില്ല, ആകുല ചിന്തകളുമില്ല. മാനുഷ്യ രീതിയിൽ ചില സമയത്ത് ഉണ്ടാകുന്നുണ്ട്, അത് മനുഷ്യനെന്നുള്ള നിലയിൽ. എന്നാൽ ഞാൻ ഇന്ന് രാത്രികാലം തുറന്നു പറയട്ടെ, നാം കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് നിറവേറ്റിത്തരും. യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. അതിൽ കർത്താവിൽ ആശ്രയിക്കാൻ വേണ്ടി വചനം പ്രസംഗിക്കണം. തത്വജ്ഞാനം വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുത്. പല കട്ടിയായ പദങ്ങൾ പറയുമ്പോൾ ലോകത്തിൽ ജീവിച്ചിരുന്ന സെലിബ്രിറ്റികൾ, വലിയ വലിയ മഹാന്മാർ, യാതനാസ്ഥലത്ത് കിടന്ന് പൊളയുന്നവർ. ഞാൻ ഈ വഴിയൊക്കെ പോകുമ്പോൾ നമ്മുടെ മന്ത്രി ജേക്കപ്പ മരിച്ചുപോയി, കൊടിയേരി മരിച്ചുപോയി, വി എസ് അച്യുതാനന്ദൻ മരിച്ചുപോയി. എല്ലാ വർഷവും ആകുമ്പോൾ മരിക്കുന്ന ആ ഡേറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും? ഓർമ്മ ദിനം, അനുശോചന ദിനം, ഓർമ്മ ദിനം, അനുസ്മരണ ദിനം, അനുസ്മരണ യോഗം എന്നൊക്കെ പറഞ്ഞ് വലിയ വെണ്ടക്കേഷനിൽ ബോർഡ് എഴുതി ആ മരിച്ചുപോയ ലീഡറിൻ്റെ പേരുമൊക്കെ എഴുതി വെച്ച് അനുസ്മരണം നടത്തുക. എവരുടെ അനുസ്മരണം നടത്തി നേതാക്കന്മാരെ പുകഴ്ത്തി പറയുമ്പോൾ അയ്യോ വി എസിനെ പോലെ, അയ്യോ കൊടിയേരിയെ പോലെ, അയ്യോ ഉമ്മൻചാണ്ടിയെ പോലെ, അയ്യോ ഇവരെ പോലെയുള്ള ആൾക്കാരൊന്നും ഇവിടെ ഇല്ല, എത്ര മഹാ മനുഷ്യനായിരുന്നൊക്കെ നമ്മൾ പറഞ്ഞ് പ്രശംസിച്ച് അവരുടെ വീട്ടുകാരെ, സ്വന്തം ഭാര്യയും മക്കളെയും മരുമക്കളെയും കുഞ്ഞുകുട്ടികളെയൊക്കെ സൂചിപ്പിക്കുമ്പോൾ ചിന്തിച്ചോളം പുള്ളി യാതനാ സ്ഥലത്ത് കിടന്ന് പൊളിയുകയാണെന്ന്. അതാരും ചിന്തിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രിമാരും ലീഡർമാരും യാതനാസ്ഥലത്ത് കിടന്ന് ധനവാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രബുദ്ധരായ പെന്തക്കോസ്ത് സമൂഹം ഇനിയെങ്കിലും അത് മനസ്സിലാക്കണേ. ഹല്ലേലൂയ, സ്തോത്രം. അവർ തത്വജ്ഞാനം പറഞ്ഞുകൊണ്ടിരിക്കും, അവർക്കത് പറയാൻ കുഴപ്പമില്ല. ഉപദേശിമാർക്ക് തത്വജ്ഞാനം പറയാൻ പാടില്ല, അവർ വചനം പ്രസംഗിക്കണം. ദൈവവചനം കൊണ്ട് ജനത്തെ പോഷിപ്പിക്കണം. തിമോഥെയോസിന്റെ ലേഖനം, വചനത്താലുള്ള പോഷണം അവർക്കെടുത്ത് കൊടുക്കണം. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയാൻ തെറ്റിപ്പോകുന്നു. തിരുവെടുത്ത് ജനഹൃദയങ്ങളിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്യണം, പ്രസംഗിച്ച് കേൾപ്പിക്കണം. ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് വചനം സംഗ്രഹിക്കണം. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം സകല ജ്ഞാനത്തോടുകൂടി ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കട്ടെ. നമ്മൾ പ്രസംഗിക്കുന്ന പല വചനങ്ങളും അവർ ഹൃദയത്തിൽ സംഗ്രഹിക്കും. അതിൽ വചനം പ്രസംഗിക്കണം. ചപ്പും ചോറും പറഞ്ഞാൽ നടക്കില്ല. തത്വജ്ഞാനം വെറും വഞ്ചന കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുത്. ഇന്ന് നല്ലൊരു ശതമാനം ശുശ്രൂഷ വൃന്ദങ്ങളും അവർ സ്വർണം കവർ ചെയ്തതുപോലെ വിശ്വാസികളെ കവർച്ച ചെയ്ത് നാശത്തിലേക്ക് നടത്തുക എന്നാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ ബുദ്ധിജീവികൾ പറഞ്ഞ വാക്കുകളൊക്കെ എടുത്ത്, തത്വജ്ഞാനങ്ങളൊക്കെ എടുത്ത് വിശ്വാസികളെ പ്രസംഗിച്ച് കേൾപ്പിച്ച് അവരെ കർത്താവിൽ നകറ്റി, വചനത്തിൽ നകറ്റി, നിത്യതയിൽ നകറ്റി നാശത്തിലേക്ക് തള്ളിക്കളയുകയാണ്. ദൈവമക്കളെ ശ്രദ്ധിക്കുക, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുത്. ഹല്ലേലൂയ, സ്തോത്രം. നേരത്തെ ഒരു പദം കൊലോസിൽ തന്നെ നമ്മൾ കേട്ടു. എന്താ കേട്ടത്? വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. ചതി, സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയെ നിർമ്മലതയെ വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമെന്ന് ഭയപ്പെടുന്നു. സർപ്പം ചതിച്ച ചതി ഇന്ന് അനേക പാസ്റ്റർമാരിൽ കൂടി പിശാച് ചെയ്തുകൊണ്ടിരിക്കുക. വിശ്വാസികളെ ചതിച്ചുകൊണ്ടിരിക്കുക. വചനം പ്രസംഗിക്കാതെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക, ചപ്പച്ചോറും പറഞ്ഞുകൊണ്ടിരിക്കുക. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തി. ഈ ദൈവശക്തി അടങ്ങിയ വചനം അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലോട്ട് കയറട്ടെ. വചനത്താൽ ഒരു സമ്പന്നത ഉണ്ടാകട്ടെ. സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി കൊരിന്ത് സഭ. എത്ര സഭകളുണ്ട് കൊരിന്ത് സഭയെ പോലെ? തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി അപ്പോസ്തലന്മാർ നേരെയാക്കി എടുത്തില്ലേ? അവർ അപ്പോസ്തലന്മാരെ പോലെ ആയില്ലേ? അവർ ക്രിസ്തുവിന്റെ പത്രങ്ങളെ പോലെ ആയില്ലേ? ഇന്നത്തെ സഭകൾ എത്ര സഭകളുണ്ട് അങ്ങനെ? ഇന്ന് സഭയുണ്ടോ ഭൂമിയിലെ? പാസ്റ്റർ എന്താ ഇങ്ങനെയൊക്കെ പറയണേ?
സഭയുണ്ട്. യേശുക്രിസ്തുവിന്റെ ശരീരമാം സഭയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്ന സഭയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ദൈവത്തിന്റെ മണവാട്ടി നിർമ്മല കന്യയായ സഭയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കൂട്ടങ്ങളുണ്ട്. ദൈവ വചന വ്യവസ്ഥ പ്രകാരമുള്ള സഭകൾ ഇന്ന് ഭൂമിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം പോക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ദൈവസഭയിൽ പ്രസംഗിക്കപ്പെടേണ്ട ഉപദേശങ്ങളൊന്നും സഭയ്ക്ക് ഇല്ല. അഥവാ ആരെങ്കിലും പോയി പ്രസംഗിച്ചാൽ അവനെ എല്ലാവരും കൂടി എന്ത് ചെയ്യും? പോലീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പഞ്ഞിക്കിടും. ഉപദേശിമാരെല്ലാം കൂടി ചേർന്ന്. ഞാനത് അനുഭവിക്കുന്ന വ്യക്തിയാന്നേ അവിടെ തുറന്ന് പറയുന്നേ. ഈ പത്യവചനം പത്യോപദേശം പറയുന്നുണ്ട്. എന്തെല്ലാം ചീത്ത ഞാൻ കേൾക്കാറുണ്ടെന്നറിയോ? പച്ച ചീത്ത ഞാൻ കേൾക്കാറുണ്ട്. ആ സമയത്തെല്ലാം സ്തോത്രം എന്ന് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോവുക ചെയ്യുന്നു. എന്നെ ബാധിക്കുന്നൊരു വിഷയമല്ല. ഞാൻ ആരുടെയെങ്കിലും വസ്തുവക മോഷ്ടിച്ചിട്ട് അത് തൊണ്ടിയോടുകൂടി പിടിച്ച് എന്നെ ജനത്തിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയാൽ ഞാൻ ലജ്ജിക്കണം. പണ്ടൊരു കല്യാണം നടന്നപ്പോൾ പറയുന്നത് ക്ഷമിക്കുക, മണവാളൻ മണവാട്ടിയുടെ കഴുത്തിൽ താലി ചാർത്തുന്ന രംഗം വന്നപ്പോൾ ഹൈന്ദവ കല്യാണമാ. അമ്മച്ചിമാരും ചെറുപ്പക്കാരും എല്ലാവരും ഇങ്ങനെ കൂവാ. ഞാനത് ഡെമോൺസ്ട്രേഷനായിട്ടൊന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ കേട്ടോ, ക്ഷമിക്കണം. കൊരവയിടുക. ആ കൊരവയുടെ അത്യുച്ചമായ ശബ്ദത്തിൽ വന്നപ്പോൾ, ആ മൂർധന്യമായ അവസ്ഥയിൽ വന്നപ്പോൾ മണവാളൻ മണവാട്ടിയുടെ കഴുത്തിൽ ഇങ്ങനെ മിന്നുകെട്ടുക, താലി ചാർത്തുക. അങ്ങനെ താലി ചാർത്താൻ ഒരുങ്ങുമ്പോൾ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടി വരിക. പിറകെ ഒരു പ്രായമുള്ള ഒരു അച്ചാനും വരിക. ഓടി വരിക. അവരോട് ആരോടും പറഞ്ഞ്, എടി നിന്റെ കെട്ടിയാൻ വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കുക, അമ്പലത്തിന്റെ പേരും ഒക്കെ പറഞ്ഞു കൊടുത്തു. നടന്ന സംഭവം ഇത്. ഞാനിതൊക്കെ എൻ്റെ ഹൃദയത്തിൽ ചെപ്പി സൂക്ഷിച്ചു വെച്ചിരിക്കുക, സന്ദർഭം വരുമ്പോൾ പറയാൻ. ആ സ്ത്രീ വന്നു, അയ്യോ താലി കെട്ടില്ലേ, ഇതെന്റെ ഭർത്താവാണേ, ഈ മനുഷ്യന് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, കുട്ടിയുണ്ട്, ഞങ്ങളാണ്, ഞാൻ ആ ഭാര്യ, ഇതാ കൊച്ചെന്നും പറഞ്ഞ് ഓടി വരും. എന്തായിരിക്കും ആ ഭർത്താവിന്റെ സ്ഥിതി? എന്തായിരിക്കും അദ്ദേഹത്തിന്റെ സ്ഥിതി? ചിന്തിക്കാറുണ്ടോ? ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരും. അത് മാത്രമല്ല, വിവാഹം താലി കെട്ടാൻ പോയ ആ പെണ്ണിന്റെ ആൾക്കാരെല്ലാം കൂടി ചേർന്ന് നേരത്തെ പറഞ്ഞ പോലെ പിടിച്ച് പഞ്ഞിക്കിടും ചിലപ്പോൾ, അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഈ കന്യക, ഈ നിർമ്മല കന്യക, ഞാൻ ക്രിസ്തുവിനെ ഏകപുരുഷന്റെ നിർമ്മല ജനിപ്പിക്കാൻ നിങ്ങളെ ചിന്തിക്കുന്നു, അല്ലേ? സർപ്പം ഹോവായ ഉപായത്തെ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നമ്മളെ വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുന്നു, ഭയപ്പെടുന്നു. ഈ കന്യക മണവാളനെ പ്രസാദിപ്പിക്കുവാൻ, മണവാളന്റെ ഇഷ്ടം ചെയ്യുവാൻ, മണവാളന്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ, പാസ്റ്റർമാര് മണവാളനെ പ്രസാദിപ്പിക്കാനുള്ള പ്രസംഗം വേണം ചെയ്യാൻ, കർത്താവിനെ പ്രസാദിപ്പിക്കാൻ, കർത്താവിന്റെ ഇഷ്ടം ചെയ്യാൻ, കർത്താവിന്റെ കൽപ്പനകൾ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ നമ്മൾ ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുന്നു പറഞ്ഞ കർത്താവിന്റെ കൽപ്പനകൾ വേണം പ്രസംഗിക്കാൻ. അവിടെ തത്വജ്ഞാനം പറഞ്ഞുകൊണ്ടിരിക്കരുത്, അവിടെ ബഷീറിന്റെ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കരുത്, അവിടെ സുഖിപ്പിച്ചുകൊണ്ടിരിക്കരുത്. ഗൾഫിൽ നിന്ന് ഭാര്യയും ഭർത്താവും ലീവിന് വന്നു, അവര് സഭയിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ കുറിച്ചാണ് പ്രസംഗം. പലകാലം ഉപദേശി പറഞ്ഞ ചക്രം കിട്ടുന്നതല്ലേ. ഇരിക്കട്ടെ അവർക്കും രണ്ട് ബഹുമാനം. കർത്താവ് മനുഷ്യന്റെ ബഹുമാനം ആഗ്രഹിച്ചില്ല. ഒരു യഥാർത്ഥ ദൈവ പൈതൽ മനുഷ്യന്റെ ബഹുമാനം ആഗ്രഹിക്കുകയില്ല. ഇപ്പോൾ ഞാൻ മനുഷ്യനോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത്, ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിച്ച ദൈവത്തിന്റെ ദാസനായിരിക്കില്ല. കേട്ടോ, തെസ്സലോനിക്ക ലേഖനത്തിൽ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് തരുന്നുണ്ട്. ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. എത്ര മനോഹരമായൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വേജത്തോടെയോ വന്നതല്ല. ഞങ്ങളെ സുവിശേഷം പരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ എത്ര പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. കണ്ടോ, നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. ദൈവം സാക്ഷി. ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടെ ഇരിപ്പാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോട്, നിങ്ങളോടാകട്ടെ മറ്റുള്ളവരിലാകട്ടെ മാനം അന്വേഷിച്ചില്ല.
യോഹന്നാൻ 5:41 എന്താ എഴുതിയിരിക്കുന്നത്? യോഹന്നാൻ 5:41 നമുക്കൊന്ന് വായിക്കാം. വാക്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. 5:41 ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. ഇന്നത്തെ പ്രസിഡന്റ് തൻ്റെ അണികളുടെ ബഹുമാനം വാങ്ങി കൂട്ടി കൂട്ടി പക്ക ജഡികനായിപ്പോയി. സെൻട്രൽ പാസ്റ്റർമാർ കീഴ് പാസ്റ്റർമാരുടെയും വിശ്വാസികളുടെയും ബഹുമാനം വാങ്ങി കൂട്ടി കൂട്ടി അവരും ജഡീകന്മാരായി. അതുകൊണ്ട് ഈ സ്ഥാനമാനമൊന്നും വേണ്ടെന്ന് കർത്താവ് പഠിപ്പിച്ചത്. നിങ്ങൾ ആരും വലിയവനെന്ന് പേരെടുക്കരുത്. നിങ്ങൾ ആരും പേരെടുക്കരുത്. റവറന്റ് പട്ടവും ഡോക്ടർ പട്ടവും ഒന്നും നിങ്ങൾ എടുക്കരുത്. വി ആർ ബ്രദേഴ്സ്. നമ്മൾ സഹോദരന്മാരെ പോലെ ആയിരുന്നാൽ മതി. പാത്തറേന്ന് വിളിച്ചോ, അതിൽ കൂടുതലൊന്നും വിളിക്കണ്ട. മൂപ്പാന്ന് വിളിച്ചോ, അതിൽ കൂടുതലുള്ള വിളിയൊന്നും വേണ്ട. സത്യം സത്യമായിട്ട് ഞാൻ പറയുന്നു, നിങ്ങളെന്നോട് പിണങ്ങരുത്. ഇന്നത്തെ ക്രൈസ്തവ കോളത്തിൽ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ച് റവറൻ്റായി ഡോക്ടർമാരായിട്ട് ഇരിക്കുന്ന ഒരെണ്ണം ദൈവകൃപയിൽ നിലനിൽക്കുന്നവരല്ല. അവർ ഫ്ലെക്സിബിളാണ്. സന്ദർഭോചിതമായി അവർ പ്ലേ ചെയ്യുന്നുണ്ട്. അവിടെ ദൈവകൃപ നഷ്ടപ്പെട്ടു. അവരുടെ സ്ഥാനമാനങ്ങൾ, അവരുടെ പദവികൾ ദൈവകൃപ ചോർത്തിക്കളഞ്ഞു. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുത്. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. എഫേസ്യർ 5:6 വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. കൊലോസ്യർ 2:4 റോമർ 16:17-18 ചക്കരവാക്കും മുഖസ്ഥിതിയും പറഞ്ഞ് ആരും നിങ്ങളെ ചതിക്കരുത്. കൊലോസ്യർ 2:8 തത്വജ്ഞാനം വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. കണ്ടോ? സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങൾ ഞാൻ അവിടുന്ന് മുമ്പോട്ട് പോവുകയാണ്. കവർന്നുകളെ ഇപ്പം സൂക്ഷിപ്പില്ല. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമല്ല. ഈ തത്വജ്ഞാനവും വഞ്ചനയും ഒക്കെ ലോകത്തിൻ്റെ ആദ്യ പാഠം. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ പാപജീവിതത്തിൽ കിടക്കുകയായിരിക്കില്ലേ, പാപിയായിട്ട് കഴിയും. അതാണ് നമ്മുടെ ആദ്യ പാഠം. അതാ യഹൂദൻ്റെ ആദ്യ പാഠം ന്യായപ്രമാണമാണ്. ഒരു ഗുണമില്ലാത്ത പ്രമാണം, കൊല്ലുന്ന പ്രമാണം, ഇരുട്ടിൻ്റെ പ്രമാണം, മരണത്തിൻ്റെ പ്രമാണം. യഹൂദൻ്റെ ആദ്യ പാഠം ന്യായപ്രമാണം. ജാതികളുടെ ആദ്യ പാഠം എന്താ? നമ്മുടെ പഴയ ജീവിതം, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ജീവിതം. അതെവിടെ പൗലോസ് പറയുന്നേ? ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണമല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമല്ല. അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കും. ഞാൻ മുമ്പോട്ട് പോവാം, സമയം വളരെ മുമ്പോട്ട് പോയി. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. യേശുക്രിസ്തുവിൽ വസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന കള്ളപ്രവാചകന്മാരും ദുർപദേഷ്ടന്മാരും ഇത് കേട്ടോണം. യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണത ദേഹരൂപമായി വസിക്കുക. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള ഏകത്വത്തിൽ കർത്താവുമായിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൃഷ്ടാവാം ദൈവം, വീണ്ടെടുപ്പുകാരൻ ദൈവം, നടത്തിപ്പുകാരനായ ദൈവം, മൂന്ന് നിലയിലും ഏക ദൈവം തന്നെ പ്രവർത്തിക്കുക. പുത്രനിവിടെ വന്നപ്പോൾ പിതാവോടെ ഇല്ലെന്നില്ല. അതാ ദൈവം എന്ന് പറഞ്ഞാൽ. ദൈവം എന്ന് പറയുന്നത് അമാനുഷിക ശക്തിയല്ലേ. കർത്താവ് ഇവിടെ വന്നപ്പോൾ സ്വർഗം കാലിയല്ല, സ്വർഗത്തിൽ ദൈവമുണ്ട്. അത് ആത്മാവിൽ മനസ്സിലാക്കണം. സ്തോത്രം. പുലസ്ലേനത്തിൽ നമ്മളത് അത് അല്പം ചിന്തിച്ചല്ലോ. അത് ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനമാണത്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തി, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാ ഈ മഹത്വത്തിന്റെ രാജാവ്? യേശു ക്രിസ്തു അല്ലേ? അത് യഹോവയായ ദൈവമായിട്ടാണ് പ്രവചന പുസ്തകത്തിൽ അത് പറഞ്ഞിരിക്കുന്നത്, പഴയ നിയമത്തിൽ. ഹല്ലേലൂയ. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. വിഷയം വന്നോട് ഞാൻ പറഞ്ഞു പോയതാ.
ഹല്ലേലൂയ. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപം വസിക്കുന്നത്. ഇനി അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായി അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഞാൻ ഈ വചനം പറയുമ്പോൾ എൻ്റെ ഹൃദയം ഞെട്ടലോടെയാണ് അത് പറയുന്നത്. ഹല്ലേലൂയ. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായി അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് പരിപൂർണത പ്രാപിക്കാൻ കഴിയും. ക്രിസ്തുവിന്റെ സ്വഭാവവും ക്രിസ്തുവിന്റെ മനസ്സും ക്രിസ്തുവിന്റെ ദിവ്യ സ്വതന്ത്രം ഭാവവും നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുന്നു. ക്രിസ്തുയേശുവിന്റെ ഭാവം നമ്മൾ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിന്റെ ഭാവം, ക്രിസ്തുവിന്റെ മനസ്സ്, ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം, ഇത് മൂന്നും നമ്മളിൽ വരണം. ഉപദേശം പഠിച്ചനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിന്റെ മനസ്സും ക്രിസ്തുവിന്റെ ഭാവവും ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം നമ്മളിൽ വരണം. അങ്ങനെ വരുമ്പോഴാണ് തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകുന്നത്. ഇല്ലെങ്കിൽ ഇല്ല. വെറുതെ കിടന്ന് മെനക്കേട് നടത്തുക ചെയ്യുന്നത്. പൗലോസ് കുറേ ഗലാത്യർക്ക് പറഞ്ഞ പോലെ, ഞാൻ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി പോയെന്ന് വരാതിരിപ്പാൻ. അനേകരുടെ ഓട്ടവും അധ്വാനം വൃഥാവായി പോയിക്കൊണ്ടിരിക്കുക. കാഹളം ധ്വനിച്ചു കഴിയുമ്പോൾ ആരാ ഉയർത്തെഴുന്നേൽക്കുന്നെന്ന്. ഈ വീറോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ കൈവിടപ്പെട്ടു പോകുമെന്ന എൻ്റെ ഭയം, അല്ലാതെ വേറൊരു ഭയമൊന്നുമില്ല. കഴുത്തിൽ കത്തി വീഴുമെന്നോ ആരെങ്കിലും വിഷം കലക്കി തരുമെന്നോ ഇതൊന്നും നമുക്ക് വിഷയമല്ല. ഹല്ലേലൂയ. ദൈവകൃപ നഷ്ടപ്പെടുത്തി ജീവിക്കാൻ പാടില്ല. ഇവിടെ ആ ഒരു ഭയമാണ് നമുക്ക് വേണ്ടത്. ദൈവത്തെ ഭയപ്പെടുന്നു. ഇസ്ഹാക്കിന്റെ മേൽ കത്തി ഓങ്ങുമ്പോൾ ദൈവം വിളിച്ചു പറഞ്ഞൊരു പദമുണ്ട്, അബ്രഹാമേ അബ്രഹാമേ ബാലന്റെ മേൽ കൈവയ്ക്കരുത്. ആലങ്കാരിക പദപ്രയോഗത്തിൽ പറയാറുണ്ട് ദൈവം പേടിച്ചു പോയൊരു സമയമാണെന്ന്. ഞാൻ പറഞ്ഞല്ലോ അലങ്കാര പദപ്രയോഗത്തിൽ പറയുക. അല്ല, ദൈവം പേടിച്ചു. ദൈവത്തിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെന്ത് പേടിയാ? നമ്മളല്ലേ പേടിത്തൊണ്ടന്മാര്. സ്തോത്രം. അവിടെ ദൈവം പറയുന്നൊരു വാക്കുണ്ട്, നീ എന്നെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. ദൈവഭയം. ദൈവഭയമില്ലാത്ത പെന്തക്കോ സമൂഹം, ദൈവഭയമില്ലാത്ത ശുശ്രൂഷാവൃന്ദങ്ങൾ, ദുരുപദേശം കൊണ്ട് സഭയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹമായി ഇന്നത്തെ ക്രൈസ്തവ സമൂഹങ്ങളും ശുശ്രൂഷകന്മാരും മാറിയില്ലേ എന്നെൻ്റെ ചോദ്യം. ഭയമുണ്ടോ അവർക്ക്? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്. തലയായ ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരായിരിക്കുന്നു. വളരെ ചിന്തിച്ചെടുത്ത് പഠിക്കേണ്ട ഒരു ഭാഗമായത്. ഇത് തെളിയിക്കാനായിട്ട് അതേ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, അതിന്റെ 2-ാം ഭാഗം വായിക്കാം. തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുതി തെറ്റിക്കരുത്. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. സഭയാം ശരീരത്തിന്റെ തലയാണ് ക്രിസ്തു. തലയെ മുറുകെ പിടിക്കാത്തവൻ വിരുതെറ്റിക്കാന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ക്രിസ്തുവിന്റെ ഉപദേശം പ്രസംഗിക്കാത്തവർ വിശ്വാസികളെ വിരുതെറ്റിക്കുക, തെറ്റിക്കുക. യാതൊരു സംശയമില്ല കാര്യത്തിലേ. അല്ലെങ്കിൽ ഈ വാക്യം നമുക്ക് ബൈബിളിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കളയേണ്ടി വരും. പൗലോസ് പറഞ്ഞ് നമ്മൾ അവിശ്വസിക്കേണ്ടി വരും. തലയെ മുറുകെ പിടിക്കാത്തവർ, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കാത്തവർ ദൈവമക്കളുടെ വിരുദ്ധ തെറ്റിക്കുക. അതിനാണ് സ്വോത്രാഴ്ച, അതിനാണ് ദശാംശം, അതിനാണ് വഴിപാട് കൊടുക്കുന്നത്. എന്തിനാ? തെറ്റിച്ച് കളയാൻ. പാസ്റ്റർ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ കൃത്യമായ കാര്യമാണ് പറയുന്നത്. ഒരു വാക്യം വായിക്കാം, പ്രവചന വാക്യം, ഒരു വാക്യം വായിക്കാം. എടുക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 3-ാം വാക്യം. യെശയ്യാവ് 3. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാവ് 3. യെശയ്യാവ് 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം.
യെശയ്യാവ് 3:12 അത് ശ്രദ്ധിച്ചോ. എൻ്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. കുട്ടികൾ പീഡിപ്പിക്കുക. പൂജാന്താടി വെച്ച ഒരു 13 വയസ്സുള്ള ഒരു പേട്ട് ചെറുക്കൻ ഒരു സിമന്റ് നാണുവിൻ്റെ ഒരു മഞ്ഞ ഉടുപ്പ് ഇട്ടുകൊണ്ട്, ഇന്നേക്ക് ഒരു 10-15 വർഷം മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു, ഇത് 15 എല്ലാവരും കൂടും, 20 വർഷം മുമ്പ് ഈ ഊതി വീഴ്ചക്കാരുടെ ഇടയിൽ വന്നു. അവിടെ എറണാകുളം പട്ടണത്തിൽ കുറേ പേര് കിടപ്പുണ്ട്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഊത്തുകാർ, ഊത്തും ചീറ്റും, ഊതി വീഴ്ത്തുക, കുരപ്പിക്കുക, ചിരിപ്പിക്കുക, ഛർദ്ദിപ്പിക്കുക, വചനവിരുദ്ധമായ പല കാര്യങ്ങളും ചെയ്യുന്ന ഗ്രൂപ്പുകൾ എറണാകുളം പട്ടണത്തിലുണ്ട്, എറണാകുളം ജില്ലയിലുണ്ട്, കേരളത്തിൻ്റെ 14 ജില്ലകളിലുമുണ്ട്, ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിലുമുണ്ട്. ആഗോള വ്യാപകമായി ലോകം മുഴുവൻ ഇവറ്റകൾ നിറഞ്ഞു കിടക്കുക. ഹല്ലേലൂയ. എൻ്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. ഇവരിൽ ശൂഷന്മാർ തലനരച്ചവർ വളരെ കുറവാണ്, എല്ലാം പിള്ളേരാ. കുട്ടികൾ അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. സ്ത്രീകൾ അവരെ വാഴുന്നു. സ്ത്രീകൾക്ക് പ്രസവിച്ച് മക്കളെ വളർത്താനാണ് ദൈവവചനം അനുശാസിക്കുന്നത്. പ്രസംഗിക്കാൻ ദൈവവചനം അവരെ അനുവദിക്കുന്നില്ല. സ്ത്രീയിൽ സംസാരിക്കുന്നത് സഭയിൽ അനുചിതമല്ലോ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, പല പ്രാവശ്യം അത് പറഞ്ഞതുകൊണ്ട്. സ്ത്രീകൾ അവരെ വാഴുന്നു. എൻ്റെ ജനമേ, നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു. ക്ലിയർ ആയില്ലേ? നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയില്ലേ? നിന്നെ നടത്തുന്നവർ വഴിതെറ്റിക്കുന്നു. നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു. തലയെ മുറുകെ പിടിക്കാത്തവൻ ആരും വിരുത് തെറ്റിക്കരുത്. വഴി തെറ്റിച്ച് കളയുന്നു, വഴി നശിപ്പിച്ച് കളയുന്നു. ഉപദേശം, ദൈവവചനത്തിന്റെ കറതീർന്ന ഉപദേശം പ്രസംഗിക്കപ്പെടാതെ വരുമ്പോൾ അത് അന്യതാ ഉപദേശമാകും. അന്യതാ ഉപദേശം ജനത്തെ വഴിതെറ്റിക്കുക, വിരുത് തെറ്റിക്കുക. ഹല്ലേലൂയ. എന്താ വിരുത്? ഒന്ന് ഞാൻ ചെയ്യുന്ന പിൻപുള്ളതൊക്കെയും മറന്ന് മുമ്പിലൂടെ ആഞ്ഞ് പരമയിലുള്ള വിരുദിനായി ലാക്കിലേക്ക് ഓടുക, ലക്ഷ്യത്തിലേക്ക് ഓടുക, ഒരു വിരുത് പ്രാപിക്കാൻ ഓടുക. ഈ ദിവസങ്ങളിലൊക്കെ ഇത് ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര കേട്ടാലും നമുക്കിത് ചിലർക്കൊന്നും മനസ്സിലാകത്തില്ല. അത് കൂടുതൽ കേൾക്കും തോറും ഇത് ഹൃദയത്തിൽ ആഴത്തിൽ വീണുകൊണ്ടിരിക്കും. എനിക്ക് പറയാനായിട്ട് വാക്ക് കിട്ടാഞ്ഞിട്ടൊന്നുമല്ല. വചനം ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്നത് പിന്നെയും 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 പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കേട്ട് 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 ഗ്രഹിക്കുക. പൊട്ടന്മാരെ പോലെ ഇരിക്കാതെ. തലയെ മുറുകെ പിടിക്കാത്തവൻ ആരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത്. തലയായവനിൽ നിന്നല്ലോ ക്രിസ്തുവിൽ നിന്നല്ലോ ശരീരം മുഴുവനും, ശരീരമാം സഭയുടെ അവയവങ്ങൾ മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ച് ഏകീഭവിച്ച് ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു, ആത്മീകമായ വളർച്ച പ്രാപിക്കുന്നു. എത്ര ക്ലിയർ കട്ട് ഉപദേശമാണ് ഇന്ന് രാത്രി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അധികാരം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞില്ലേ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ഞാൻ എന്തിനാ ഇത് പറയുന്നേ? ഹല്ലേലൂയ. ഈ വചനത്തിന്റെ വ്യവസ്ഥ എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഞാൻ പറയുന്നേ. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ നിങ്ങൾ അവനിൽ പരിപൂർണരായിരിക്കുന്നു. എങ്ങനെ പരിപൂർണരാകും? തലയായ ക്രിസ്തുവിന്റെ ഉപദേശം, ശരീരമാം സഭയുടെ അവയവങ്ങൾ അത് വായിക്കുകയും പഠിക്കുകയും പ്രസംഗിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അത് കേട്ട് ഗ്രഹിച്ച് ആ വചനത്തിനനുസരിച്ച് ജീവിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ച്, ഒരു ശരീരത്തിൻ്റെ ഞരമ്പും സന്ധികളും ആ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രയോജനമായി ഭവിക്കുന്നു എന്നതുപോലെ ഈ വചനത്തിൻ്റെ പോഷണം കൊണ്ട് ശരീരമാം സഭയുടെ അവയവങ്ങളാകുന്ന വിശ്വാസികൾ വളർച്ച പ്രാപിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമൃദ്ധമായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ സ്വഭാവം അവരിലുണ്ടാകുന്നു, ക്രിസ്തുവിൻ്റെ മനസ്സ് അവരിലുണ്ടാകുന്നു, ക്രിസ്തുവിൻ്റെ ഭാവം അവരിലുണ്ടാകുന്നു. അത് ക്രിസ്തുവിൻ്റെ ഉപദേശം കേട്ട് അനുസരിച്ച് ജീവിക്കുമ്പോൾ അത് ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അന്ത്യവരാകുവാൻ അവൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. പുത്രൻ്റെ സ്വരൂപത്തോട് അന്ത്യവരാകും. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അന്ത്യവരാകുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. ഇന്ന് കിടക്കുന്ന പെന്തക്കോസ്ത് സമൂഹം മുഴുവൻ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ പ്രമാണം പഠിപ്പിക്കണം. സഭയിലെ അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിപ്പിക്കണം. എവിടെ പഠിപ്പിക്കുന്നേ?
സങ്കീർത്തനം വായിക്കാത്ത ഭാഷനെ ചവിട്ടി പുറത്താക്കുന്ന അധ്യക്ഷന്മാരായിന്ന് കൂടുതലും. എനിക്കത് ഹൃദയത്തിൽ വേദനയോടെ ഞാൻ എന്നൊരു മാറ്റം വരും. 2026 നമ്മളെ പിന്നിടുന്നു. വലിയ യുദ്ധശ്രുതികളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ഇറാനെ ഇസ്രയേലും അമേരിക്കയും കൂടി ചിലപ്പോൾ തകർത്ത് തരിപ്പണമാക്കുന്നുണ്ടാകാം. ഇസ്രയേലിനെതിരെ ശക്തിയോടെ വാദിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ, പേർഷ്യൻ സാമ്രാജ്യം. അവിടെയുള്ള ജനത്തെ ആ ഗവൺമെൻറ് തന്നെ കൊന്നുകൊണ്ടിരിക്കുക. സദ്ദാം ഹുസൈൻ രാസായുധം പ്രയോഗിച്ച് സ്വന്തം ജനതയെ കൊന്നു എന്ന ഏക കാരണമാണ് തന്നെ തൂക്കിലേറ്റാനായിട്ട് അമേരിക്ക കണ്ടുപിടിച്ച് ആ മണ്ടന്മാർക്ക് പറഞ്ഞു കൊടുത്തത്. അവർക്കത് മനസ്സിലായപ്പോൾ അവർ കൊണ്ടുപോയി ക്രൂശിച്ചു, അല്ല തൂക്കിയാളെ. എന്നതുപോലെ ഇവിടെ അത് സംഭവിക്കാം. സ്വന്തം ജനതയെ കൊല്ലുക, ജയിലിൽ പിടിച്ചോണ്ടിട്ടോ, ഇത്തിരി പട്ടിണി കിട്ടോ, വെടിവെച്ച് കൊല്ലാനും വിവിധ നിലയിലുള്ള ബോംബാക്രമണം നടത്തിയും ഷെല്ല് പൊട്ടിച്ചും ഒക്കെ കൊല്ലാൻ എവിടെയാ അവസ്ഥ? മനുഷ്യനെ കൊന്ന കായിനോട് ദൈവം പറഞ്ഞ വാക്ക് നമ്മൾ കേൾക്കാറുണ്ടോ? ഹല്ലേലൂയ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. സ്തോത്രം. ദൈവം കായിനോട് പറഞ്ഞ പദം ഞാൻ പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വരാറുണ്ടത്. സ്തോത്രം. ഒരു മനുഷ്യനെയും കൊല്ലുവാൻ ഒരു മനുഷ്യനെയും ദൈവം അനുവദിക്കുന്നില്ല. ഇവിടെ 58 വെട്ട് വെട്ടിയിട്ട് 59ാമത്തെ വെട്ടിന് വേണ്ടി എന്ത് ചെയ്യുക? ഓങ്ങിക്കൊണ്ട് നിൽക്കുക. അവരാണ് രാജ്യം ഭരിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, സ്തോത്രം സ്തോത്രം. ആ ദൈവം പറയുന്ന ആ ഭാഗം ഞാൻ വേണമെങ്കിൽ ഒന്ന് വായിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 9 വാക്യങ്ങൾ. സ്തോത്രം. പിന്നെ യഹോവ കായീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ എന്നവൻ പറഞ്ഞു. അതിനവൻ അരുളി ചെയ്തത്, നീ എന്ത് ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ചന്ദ്രശേഖരന്റെ രക്തം ഭൂമിയിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കുന്നു. CPM കാരെങ്കിലും ഇത് കേൾക്കണമെങ്കിൽ കേട്ടോണേ, ദൈവസഭക്കാരും കേട്ടോ. നിലവിളിക്കുക. സ്വത്രം. അപ്പോൾ എന്താ ദൈവം പറഞ്ഞത്? ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായ് തുറന്ന് ദേശം വിട്ട് നീ ശാപഗ്രസ്തനായി പോകണം. സഹോദരന്റെ രക്തമെടുത്തവനെ ദൈവം എന്താ പറഞ്ഞത്? നീ ശപിക്കപ്പെട്ടവനായി, നീ ശാപഗ്രസ്തനായി പോകണം. നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേൽ നിന്റെ വീര്യം നിനക്ക് തരികയില്ല. നീ ഭൂമിയിൽ ഉഴലുന്നവനാകും. മനസ്സിലായില്ലേ? ദൈവം കൊടുത്തൊരു ശാപമാണ്. പരസ്പരം കൊന്നുപിടിക്കുന്ന രാഷ്ട്രീയക്കാരും ആത്മീയ ഗോളത്തിൽ സഹോദരനെ പഴിക്കുന്നതും കൊലപാതകൻ, അവരുമൊക്കെ ഈ വാക്യങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ച് മനസ്സിലാക്കിയ നന്ന്. സ്തോത്രം 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 സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ ആമേൻ ആമേൻ. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ, 7-ാമത്തെ എപ്പിസോഡിൽ നമുക്ക് അടുത്ത ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ ആമേൻ.